എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI വരുന്നതിനെ എതിർത്ത് സർക്കാർ കോടതിയിൽ വാദം ഉയർത്തുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ്. ഷബ്ന, CBI അന്വേഷണം ഏറ്റെടുക്കുന്നതിനെ സർക്കാർ എതിർക്കുകയാണ്. നേരത്തെ തന്നെ അത്തരത്തിൽ തന്നെയായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത്. സർക്കാരിന് നിയമോപദേശം അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് കോടതിയിൽ നടക്കുന്ന വാദമുഖങ്ങൾ? ലക്ഷ്മി, ഈ ഹർജി ഏതായാലും 12-ാം തീയതിയിലേക്ക് കോടതി മാറ്റിയിരിക്കുന്നു. ഏതായാലും കോടതി ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ സംസ്ഥാന സർക്കാരിനോട് ഇതിൽ നിലപാടെന്ത് എന്നത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചു. സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത് CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല, നിലവിൽ നടക്കുന്ന അന്വേഷണം നിഷ്പക്ഷമായിട്ടാണ്, കുടുംബത്തിനെ കൂടി പരിഗണിച്ചാണ് അന്വേഷണം നടത്തുന്നത്, നിലവിൽ CBIക്ക് കൈമാറേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കോടതി ഇന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ പക്ഷപാതപരമായിട്ട് ആണ് അന്വേഷണം നടക്കുന്നത് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് കോടതി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ബാഹ്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചു. പരിക്കുകൾ ഉണ്ടായിരുന്നില്ല എന്ന് അഭിഭാഷകൻ മറുപടി പറയുകയും ചെയ്തു. അതുപോലെ കമ്മീഷണറുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം തൃപ്തികരമാണോ എന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. കേസ് ഡയറി ഇതിൽ പരിശോധിച്ചിട്ടില്ല, കോടതി പരിശോധിച്ചിട്ടില്ല. ഈ കേസ് ഡയറി പരിശോധിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹർജി 12-ാം തീയതിയാണ് പരിഗണിക്കാനായി മാറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CBIനോടും ഇത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBI ഇതിൽ എന്താണ് നിലപാട് സ്വീകരിക്കുന്നത്, അതുപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ വെക്കേണ്ടതല്ലേ എന്ന ഒരു അഭിപ്രായവും കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. പക്ഷേ CBIക്ക് വിടണമോ എന്ന കാര്യത്തിൽ കോടതി ഇന്ന് ആ രീതിയിലൊരു സംശയം പ്രകടിപ്പിച്ചില്ല. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട കേസ് ഡയറി പരിശോധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കാം എന്ന നിലപാടാണ് കോടതിയുടേത്. പ്രതിക്ക് വലിയ രാഷ്ട്രീയ ബന്ധമുള്ള ആളാണ്. അത്തരത്തിൽ രാഷ്ട്രീയ ബന്ധമുള്ള ആൾ പ്രതിയായിരിക്കെ സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത് ഒരു രീതിയിലും നിഷ്പക്ഷമായിരിക്കില്ല എന്നായിരുന്നു ഹർജിക്കാരിയുടെ വാദം. എന്നാൽ കോടതി ഇതിന് മറുപടിയായി ചോദിച്ചത് പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷണത്തെ ബാധിക്കുമോ, രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ അന്വേഷണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിൽ അന്വേഷണത്തിൽ അപാകതയുണ്ട് എന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് കോടതി തന്നെ ചോദിച്ചു. അതോടൊപ്പം തന്നെ CBI ഇതിൽ നിലപാടെടുത്തത്, CBIക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ, CBI എന്താണ് ഇതിൽ പറയുന്നത് എന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് CBIയുടെ അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, കോടതി പറയുകയാണെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ്, കോടതി ഈ CBIക്ക് ഈ കേസ് വിടണം എന്ന് പറഞ്ഞാൽ ഇതിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBIയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ കേസ് ഡയറി ഹാജരാക്കിയതിന് ശേഷം ഇത്തരത്തിൽ അതായത് അന്വേഷണം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന് കോടതി പരിശോധിക്കും. അതിനുശേഷം ഇത്തരത്തിൽ ഉള്ള നടപടി, അതായത് ഈ ഭാര്യ ഉന്നയിച്ചിട്ടുള്ള ഹർജിയിലെ ആവശ്യം പരിഗണിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം. 12-ാം തീയതി ഏതായാലും ഇതിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനോടും CBIനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും കോടതി ചോദിക്കുന്നത് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയല്ലേ എന്നത് സംബന്ധിച്ച് കോടതി ഒരു പരിശോധന നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഈ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഇതിൽ ഈ കേസിലെ പ്രതി എന്നതുകൊണ്ട് മാത്രം ഇതിൽ അന്വേഷണത്തിൽ അപാകതയുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അതിനുണ്ടോ എന്നതാണ് കോടതി ഇന്ന് ചോദിച്ചത്. ഷബ്ന, പല ഘട്ടങ്ങളിലും നവീൻ ബാബുവിന്റെ കുടുംബത്തോട് സർക്കാർ ഐക്യദാർഢ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിലടക്കം മന്ത്രിമാർ ആണ് അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് തന്നെ സംസ്ഥാന മന്ത്രിമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഈ തുടക്കം മുതൽ സർക്കാർ നൽകി വരുന്ന പിന്തുണ അത് കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജിക്ക് എതിരായി മാറില്ലേ, അവരുടെ ആവശ്യത്തിന് എതിരായി മാറില്ലേ? കാരണം സർക്കാർ തുടക്കം മുതൽ നവീൻ ബാബുവിന്റെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. തീർച്ചയായും. കാരണം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലപാട് പല രീതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ കോടതിയിലും അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആവർത്തിച്ചിട്ടുള്ള കാര്യം, സംസ്ഥാന സർക്കാർ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിന്ന് ഇതിൽ അന്വേഷണവുമായി പൂർണ്ണമായും കുടുംബത്തിന് തൃപ്തികരമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തും. ഒരു രീതിയിലും പ്രതി CPM നേതാവാണ് എന്നാണ് ഹർജിക്കാരി പറയുന്നത്. അത്തരത്തിൽ CPM നേതാവ് എന്ന് തന്നെയല്ല, മന്ത്രിമാർ
ഉൾപ്പെടുന്ന കേസുകളിൽ പോലും നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് അഭിഭാഷകൻ പറയുകയും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ആരോപണം ശരിയല്ല. CBIക്ക് ഈ കേസ് വിടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി തന്നെ നടക്കുന്നു. കുടുംബത്തിന്റെ ആശങ്ക കണക്കിലെടുത്ത് തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോടതിയോട് തന്നെ സംസ്ഥാന സർക്കാർ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആരോപണത്തിനൊന്നും തെളിവില്ല. അതോടൊപ്പം തന്നെ ഇത് നരഹത്യ തന്നെയല്ലേ എന്ന രീതിയിലുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചായിരിക്കും അന്വേഷണം നടത്തുക. സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ അപാകത ഉണ്ടാകില്ല എന്നാണ് സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തയ്യാറായിരിക്കുന്നു. 12-ാം തീയതി ആയിരിക്കും ഇനി കേൾക്കുക.